ഈ സമരം അവസാനിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഇവരുടെ മറ്റുള്ള വിദ്യാർത്ഥികളുടെ സമരം അവസാനിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് കേരളത്തിന്റെ വിദ്യാർത്ഥി സമര ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത സമര വൈകൃതങ്ങൾ നമ്മൾ കണ്ടു. ഒരാൾ മരത്തിൽ കയറുന്നു, ABVPയുടെ ഒരു പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നു. പോക്കറ്റിൽ വിഷമുണ്ട്, കയറി വന്നാൽ വിഷം കഴിക്കും, അല്ലെങ്കിൽ ഫയർഫോഴ്സ് വന്നാൽ താഴേക്ക് എടുത്ത് ചാടും, ഇങ്ങനെ ആത്മഹത്യ വിഷയം മുഴക്കുന്നു. രണ്ടാമത് അപ്പോൾ ABVPയുടെ പ്രവർത്തകൻ ഒരു സമര വൈകൃതമാണ്, തർക്കമില്ല. KSRTC ബസ്, ആളുള്ള KSRTC ബസ് എറിഞ്ഞു തകർക്കുന്നതും പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തി കത്തിക്കുന്നതും എന്ത് തരത്തിലുള്ള സമരമാണ്? സ്വാഭാവികമായി ഏതൊരു സമരഘട്ടത്തിലും സമരോത്സുകമായി നല്ല സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ, ഈ സമരങ്ങളുടെ വേലിയേറ്റങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം KSRTC ബസ്സുകളിലേക്ക് വ്യാപിച്ചു. എന്റെ ചോദ്യം അതല്ല, നാട്ടുകാർ പോകുന്ന ബസ്സിന് കല്ലെറിയുന്നത് സമര വൈകൃതമാണോ അല്ലയോ? ഞാൻ പറഞ്ഞല്ലോ, അക്കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട ശ്രീ. ഇതിന് എന്ത് ചോദ്യം? രാവിലെ 7 മണിക്ക് വന്ന് ഇത്രയും വലിയ ക്യൂ ആയിട്ട് ഇത്ര ജോലിക്ക് പോലും പോകാതിരിക്കുന്ന സംഭവം. ഞാൻ പറഞ്ഞല്ലോ, അക്കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട ശ്രീ. വൈകൃതമാണോ? വൈകൃതമാണ് ഞാൻ അംഗീകരിക്കാൻ തയ്യാറില്ല. എന്താണ് പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 19 വർഷത്തിനിടയിൽ നടന്നുള്ള ഏറ്റവും അഭിനന്ദനീയമായിട്ടുള്ളത് പാവപ്പെട്ടവരുടെ പൈസ എല്ലാം ഇവിടെ പോയിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ കയ്യിലല്ലേ. അത്തരത്തിലുള്ള ഒഴിവാക്കപ്പെടേണ്ട സംഭവങ്ങൾ അങ്ങനെ മരത്തിൽ കയറുന്നത് ഒഴിവാക്കപ്പെടേണ്ട പറഞ്ഞു വിളിക്കുമ്പോൾ ഇതും പറയണം. നല്ല ഒരു അഭിപ്രായമാണ് മരത്തിൽ കയറുന്നത്. KSRTC ബസ്സിന് കല്ലെറിയുമ്പോൾ അല്ലെങ്കിൽ KSRTC വല്ലവന്റെ നെഞ്ചിന് കല്ലെറിയുന്നതും അവനവന്റെ ജീവിതം വേണമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറയുന്നതും തമ്മിൽ എന്താണ് അവിടെ പ്രശ്നമുണ്ട് ശ്രീ ജിമ്മി? പൊതുജനങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടെന്ന് ഞാൻ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടേ ഉള്ളൂ. കാരണം പാവപ്പെട്ട എഴുന്നേറ്റ് പോലും നടക്കാൻ പറ്റും. വല്ലവന്റെ നെഞ്ചിന് കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സംഘടന ചെയ്താലും തെറ്റാണ്. KSRTC ബസ് അതാണ്. അല്ലല്ല, വല്ലവന്റെ നെഞ്ചിനെന്നല്ല, സർക്കാർ ബസ്സിന് അല്ലെങ്കിൽ സർക്കാരിന്റെ വണ്ടികൾക്ക് നേരെ കല്ലെറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം ആ സമയത്ത് ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധം സർക്കാർ പാവപ്പെട്ട ജനങ്ങളോട് ചെയ്തത് പോലെ അവർ പ്രാപിച്ചാണ് പോകുന്നത്. അതിനകത്ത് ഈ ആളുകളുണ്ടല്ലോ. പ്രധാനമന്ത്രി തീരുമാനം വളരെ നന്നായിട്ട്, പക്ഷേ കേന്ദ്ര സർക്കാർ പാവങ്ങൾക്ക് ചെയ്തത് ദ്രോഹമായി പോയി എന്നാണ്. ആളുകളുണ്ടെങ്കിലേ ശരിയല്ല. ആളുകൾ കമ്മ്യൂണിസ്റ്റുകാരോ BJPക്കാരോ RSS പ്രധാനമന്ത്രി തീരുമാനം വളരെ നന്നായിട്ട്. ആളൊഴിഞ്ഞ ബസ്സിനെതിരെ കല്ലെറിയണം. അതല്ല, അങ്ങനെ നിങ്ങൾ അതിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അങ്ങനെയല്ല. ഞാൻ ലോജിക്കാണ് സംസാരിക്കുന്നത്.